ഇപ്പോൾ സമയം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതെടുത്ത് കാണിക്കാനേ പറ്റത്തില്ല. എൻ്റെ തോണ്ട് 8:44. ഞാനും ആകാശും കൂടെ ഇന്ന് ഉച്ചക്കല്ലല്ലോ, നമ്മളെപ്പോഴാടാ ഒരു 4 മണി 4:30 അങ്ങാണ്ട് ചുമ്മാ സംസാരിച്ചപ്പോൾ കൂടുതൽ വന്നൊരു കാര്യമാണ് പളനി പോകാമെന്ന്. ഞങ്ങൾ അച്ഛനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, അവർ പറഞ്ഞു പൊക്കോളം പറഞ്ഞു. രാത്രിയിൽ 10:45 ചെങ്ങന്നൂരിൽ നിന്ന് അമൃത എക്സ്പ്രസ് ഉണ്ട്, അത് ഞങ്ങൾ പളനി പോവുക. അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് പളനി പോകുന്നത്. ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിന് ക്ലാരിറ്റി കാണത്തില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണിൽ പോയി, ഇത് മുസ്കാൻ്റെ ഫോണാണ്, മുസ്കാൻ പുതിയ ഫോൺ വെച്ചാൽ മുസ്കാൻ്റെ പഴയ ഫോൺ എനിക്ക് ഞങ്ങൾ ആ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ആകാശിൻ്റെ ഫോണുണ്ട്, ചിലപ്പം അതിനകത്ത് വീഡിയോ എടുക്കും. പിന്നെ വേറൊരു സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഈ വീഡിയോ പുറത്തിറങ്ങത്തില്ല. ഞങ്ങൾ ഈ ഒരു ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ പ്ലാൻ വെച്ചാൽ ഞങ്ങൾ ഇവിടെ നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകും. അതെങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ബൈക്ക് കൊണ്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചെങ്ങന്നൂർ പോയിട്ട് കാണാം. യെസ്, വി ആർ ഗോയിങ്. അച്ഛാ, ഞങ്ങൾ ഇറങ്ങുവാന്നേ കേട്ടാ. ആ ശരി. ഞങ്ങളിപ്പം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എനിക്ക് ആൾക്കാർ നോക്കുമ്പോൾ നാണം വീഴും. ചെങ്ങന്നൂർ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ രാത്രിയിലെ ട്രെയിൻ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ വെച്ച് ഞാനും ആകാശം വിചാരിച്ചു ചെങ്ങന്നൂരിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടൊരു ചെങ്ങന്നൂർ തൊട്ടുപുറകിൽ ഒരു ഹോട്ടലുണ്ടല്ലോ, ഒരു ഹോട്ടലും ബേക്കറി എല്ലാം കൂടി. ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സ്റ്റേഷനകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ എൻ്റെ കൂട്ടുകാരൻ സൂര്യജീപ്പുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റൈലിൽ അവനവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവനെയും കണ്ടു, കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അവിടെ നിന്ന സമയത്ത് ട്രെയിൻ വന്നു. ഒരു 10:50 ആയ സമയത്താണ് ട്രെയിൻ വന്നത്. ട്രെയിൻ വന്ന് കയറിയ പാടെ ആകാശ് ട്രെയിനിൽ കയറി PUBG കളിക്കാൻ തുടങ്ങി. സീറ്റ് ഉണ്ടായിരുന്നു, പൊതുവേ തിരക്ക് കുറവായിരുന്നു. ട്രെയിനിൽ അറിയാലോ, രാത്രി യാത്ര ചെയ്യാൻ എനിക്കധികം ഇഷ്ടമല്ല, എന്നാലും അവിടെ കഴിച്ചു കൂട്ടി. എന്നിട്ട് ഞാൻ ഒരു സിനിമയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിച്ചു. പിന്നെ ചാർജ് കുറേയപ്പോൾ ഫോൺ കുത്തിയിട്ടു. വെളുപ്പിനെ ഒരു 6 മണി ആ സമയമൊക്കെ ആയപ്പോൾ, 6 മണി 6:30 7 മണി അടുത്ത ആ സമയമൊക്കെ ആയപ്പോഴാണ് പളനി ചെന്ന് ആദ്യം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആകാശം ഞങ്ങളൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായി. എന്നിട്ട് ഞങ്ങൾ നേരെ നടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പളനി എത്തിയിട്ട് ഇപ്പോൾ മുഖം കഴുകി ഞങ്ങൾ പറഞ്ഞ ട്രെയിനിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഇനി എന്താ ചെയ്യണം നടത്തില്ല. എങ്ങോട്ട് പോകാൻ ആവശ്യം? ഫസ്റ്റിൽ ഞാൻ പളനി മല കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈം ട്രെയിനിട്ട് ഒരു സ്റ്റേഷനകത്ത് ഒട്ടും മുന്നേ കണ്ട് ആകാശനെ വിളിച്ച് കാണിച്ചു തരാം. ആക്ച്വലി ഐ ലൈക്ക് ഇറ്റ്. ഞാനിങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചത്, കുറച്ചുകൂടെ ഒരു പഴയ സ്റ്റേഷൻ വിചാരിച്ചു. പക്ഷേ ഇത് പുതിയ സ്റ്റേഷൻ പണിത് ഞാൻ തോന്നുന്നു. അവിടെ കാണുന്ന പളനിമല. ട്രെയിനിൽ ഇറങ്ങി ഞങ്ങൾ അപ്പം തന്നെ നടന്നു പോകുന്നു വിചാരിച്ച്. റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സുണ്ട്. അതായത് പളനി അടിവാരം വരെ നമുക്ക് 10 മിനിറ്റ് 20 മിനിറ്റ് കൂടുന്ന സമയത്ത് ബസ്സുണ്ട്. അതെന്ത് 10 രൂപ മറ്റോ എന്തോ ആണ് ചോദിച്ച സമയത്ത് അങ്ങനെ മനസ്സിലായത്. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയുണ്ട്. ഞങ്ങൾ എന്തായാലും നടക്കാമെന്ന് തന്നെ വിചാരിച്ച് ഞങ്ങൾ നടന്നങ്ങ് പോയി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് റൂമും കാര്യങ്ങളൊന്നും എടുത്തില്ല, അല്ലാണ്ട് തന്നെ ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ മല കയറിയത്. ഫസ്റ്റ് ടൈം ഉള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറേ നാളായി നടന്നിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോയപ്പം കാലിന് കുറച്ച് വേദനയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇപ്പം മണ്ടക്കോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. താഴെ നല്ല ചെക്കിംഗ് ഉണ്ട്. പിന്നെ ഫോണ് താഴെ ലോക്കറിൽ വെച്ചു, ക്ലോക്ക് റൂമിൽ വെച്ചു. പിന്നെ ചെരുപ്പും താഴെ തന്നെ വെച്ചു. ചെരുപ്പ് വെക്കുന്നതിന് ഫ്രീ ആണ്. പിന്നെ ഫോൺ വെക്കുന്നതിന് 10 രൂപ എന്തോ മറ്റേ ഉള്ളൂ, അത്രയും കണ്ടേ ഉള്ളൂ. ഞങ്ങൾ 2 പേരെ ഫോൺ താഴെ വെച്ച സമയത്ത് 10 രൂപയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ മേളിൽ ചെന്ന സമയത്ത് തിരക്ക് കുറവായിരുന്നു. നേരെ കയറി കണ്ടു. കുറേ നേരം ദർശനം കിട്ടി. കുറേ നേരം അവിടെ മേളിൽ നിന്നു. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയില്ല. ഒരു 8 മണിക്കുള്ളിൽ ഞങ്ങൾ മല കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് 1 മണിക്ക്. അത്രയും നേരം ഞങ്ങൾ അവിടെ തൊഴിലിന് ശേഷം അവിടെ തന്നെ ഇരുന്നു. ചുമ്മാ ഒരു സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, ചൂട് കുറവുണ്ടായിരുന്നു. മണ്ടയ്ക്ക് പറയാനുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിലും പക്ഷെ തണുത്ത കാറ്റ് വന്ന് അടിക്കുന്ന സമയത്ത് മലയുടെ മണ്ടയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ നല്ല കാറ്റുണ്ടായിട്ട് നമുക്ക് ആ ചൂട് അധികം അറിയത്തില്ല. ഞങ്ങളവിടെ താഴെ സ്റ്റെപ്പിന് ചുറ്റിനും കുറേ മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങൾക്ക് തണലിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ഞാൻ ഈ പറഞ്ഞ ടൈമിൽ ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ പരസ്പരം കാര്യം പറഞ്ഞിട്ടിരുന്നു, സ്വാമിമാരെയൊക്കെ കുറച്ച് നോക്കിയിരുന്നു. മലയാളികൾ കുറേ പേരുണ്ടായിരുന്നു. സമയം എത്ര ഇതർക്കാം? സമയം 6:07. ഞങ്ങൾ തിരിച്ച് പളനിയിൽ നിന്ന് വീട്ടിലോട്ട് പോവുക. അത് ഒറ്റ ആഗ്രഹത്തിന് മണ്ടയ്ക്ക് ഇറങ്ങി വന്നേ. പിന്നെ രാവിലത്തെ ഒരു അനുഭവം പറയാം. രാവിലത്തെ ഒരു അനുഭവം ഉണ്ടായി.
ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് സമാധാനപരമായിട്ട് പറയില്ലേ ആകാശേ. സ്ഥലം കിട്ടി. ഞങ്ങളൊരു 6 മണി 7 മണിയൊക്കെയാണ് പോകുന്നത്. വന്നിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പളനി അടിവാരത്തോട്ട് ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ രാവിലെ അല്ലേ ഓട്ടോയും വിളിക്കേണ്ട, ബസ്സിന് പോകണ്ട, പൈ പഠിക്കാൻ വേണ്ടി നടക്കാമെന്ന് വെച്ചാൽ ഞങ്ങളപ്പോൾ നടന്ന് പോയി ആശാങ്കോട്ടേക്കടാ അങ്ങ് അടുത്തോട്ടേക്ക് നടന്നു പോയി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടൊരു 2 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ജസ്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും റോഡിന് 2 സൈഡിലും ഒരു 5-6 ട്രാൻസ്ജെൻഡേഴ്സ്, അവർ 2 റോഡിന് ആ സൈഡിലും ഈ സൈഡിലും 2 സ്ഥലത്ത് ഒരു 5-5 പേര് വെച്ചിട്ട് നിൽക്കുമായിരുന്നു. ഞാനും ആകാശം ഒരു സൈഡിൽ കൂടെ മാത്രമാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞങ്ങളങ്ങോട്ട് നടന്നു വരികയും ഒരു കൂട്ടം ഒരു 4-5 പേര് അതുകൊണ്ട് നേരെ വേണ്ട എന്നെ ആകാശിനൊക്കെ വളഞ്ഞിട്ട് പറഞ്ഞ് പൈസ തന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയില്ല. ഞാൻ ഒരു 5 രൂപ എടുത്ത് പറഞ്ഞ് എന്തെങ്കിലും നോട്ട് വേണമെന്ന് പറഞ്ഞപ്പം ഞാനാണെങ്കിൽ ഒരു നോട്ട് നോട്ട് എനിക്ക് ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് ട്രാൻസ്ജെൻഡർ പറഞ്ഞ് എന്നാൽ കുഴപ്പമില്ല, ആ നോട്ട് ഞാൻ പൂജിച്ചിട്ട് ഞാൻ തേച്ച് ബാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരി വില പ്രയോഗിച്ചൊരു 100 രൂപ വാങ്ങിച്ച്. ബാഡനുഭവം. 100 രൂപ വാങ്ങിച്ചു. 100 രൂപ വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസയിൽ പിന്നെയും പൈസ കണ്ടപ്പോൾ പുള്ളിക്കാരി പിന്നെയും അത് എടുക്കുക അതും പൂജിച്ച് തരാം നമ്മൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനും ആകെ അവിടെ നിന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ അവരുടെ ഇടയ്ക്ക് നിന്ന് മാറി. കാരണം അവർക്ക് ദേഷ്യവും വന്ന് അവർ ഭയങ്കരമായിട്ട് കലിപ്പിക്കുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, പൈസ വേണം, പൂജിച്ചിട്ട് തിരിച്ചു തരത്തില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്ന പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. പൂജിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തരത്തില്ല മോണ്ട് ഭയങ്കര കലിപ്പായിട്ട് അവർ പോയി. എന്നിട്ട് ഞങ്ങൾ നേരെ അങ്ങ് നടന്നു പോയി. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ നടന്നു പോയിട്ട് കുറച്ച് ദൂരം കൂടെ മുന്നിട്ട് അപ്പോൾ പിന്നെയും വെസ്റ്റേൺ കട്ട്സ് അടുത്ത കൂട്ടം ആൾക്കാർ. ഞങ്ങൾക്ക് മല കയറുന്ന പകുതി ചെല്ലുന്നതിന് വരെ ഞങ്ങൾക്ക് ഉറക്കത്തിൽ നേരിട്ട് വന്നാൽ ഫസ്റ്റ് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സാധനം പോയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഓക്കെ ഇല്ലേടാ അങ്ങനെ. അപ്പം നമ്മൾ ഇന്നലെ പോയിട്ട് രാത്രി 3 മണി 3:30 എങ്ങോട്ടായപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ കഴിഞ്ഞിട്ടിപ്പം 8:30 ആകാശം പറഞ്ഞ് അവനൊന്ന് കൊണ്ടുവിടാം. ഞാൻ എൻ്റെ രാവിലെ കഴിഞ്ഞിട്ട് ഇന്നും പ്രത്യക്ഷ പണി എന്ന് വെച്ചാൽ പണി ഒന്നും കാണത്തില്ലായിരിക്കും, അറിയത്തില്ല. കുറേ നാൾക്കൊരു ആഗ്രഹമായിരുന്നു പോകണമെന്ന്. പിന്നെ ഇന്നലെ രാവിലെ എൻ്റെ സമയത്ത് എന്തോ പെട്ടെന്ന് പോകണം എന്നൊരു തോന്നൽ. ഇപ്പം എനിക്കറിയത്തില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പോകണം. പക്ഷെ എനിക്കെന്തായാലും പോകാനൊരു സമയമോ സാഹചര്യമോ ഒന്നും തോന്നിട്ടില്ല. പക്ഷെ ഇന്നലെ എനിക്കെന്തോ ഞാനാട് നിർബന്ധം പിടിച്ചു പോയത് ഇന്നലെ. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ആയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് ഉച്ചയ്ക്ക് കുറച്ചുകൂടെ അഭിപ്രായം ചോദിച്ച് പോകുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ വൈകുന്നേരം ഒറ്റയ്ക്ക് പോകാൻ തീരുമാനമെടുത്ത്, വേറെ ആരും വേണ്ട, ഒറ്റയ്ക്ക് തന്നെ പോകാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ട് ആകാശം വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്ത് രാത്രി 7 ചുമ്മാ ചോദിച്ചു ആശിനിരുന്നു. അപ്പം അവൻ പറഞ്ഞാൽ വരുന്നുണ്ടാ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടുപോയി. അല്ലെങ്കിൽ എന്താ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് പോയേനെ, പളനി ഒറ്റയ്ക്ക് പോയേനെ. അപ്പം എന്തോ ഒരു സമാധാനം അതിന് വേണ്ടി. ഇന്നിപ്പം എഴുന്നേറ്റിട്ട് ഞാൻ അച്ഛൻ രാവിലെ കാപ്പി ഇട്ടിട്ട് അച്ഛൻ ജോലിക്ക് പോയി. ഞാനപ്പോൾ ഇനി ഇത് കാപ്പി ചൂടാക്കി കുടിക്കാൻ പോവാം. കാപ്പി ചൂടാക്കി കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി പ്ലാൻ ചെയ്യാം. സിറ്റ് വെട്ടി പോയിരുന്നുകൊണ്ട് കാപ്പി കുടിച്ചുകൊണ്ട് കുറച്ച് സംസാരിക്കാം. ഞാൻ പിന്നെ ഇപ്പം വീഡിയോ ഇട്ടിട്ട് 1 വർഷത്തോളം ആവാൻ തോന്നുന്നു. മെയിനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫോണില്ലാത്ത ഭയങ്കര വലിയ കാരണമാണ്. എന്ന് വെച്ചാൽ ആദ്യം എൻ്റെ റിയൽമി അത് പൊട്ടി ഞാൻ കുറേ നാൾ ഫോൺ യൂസ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു കീപാഡ് സെറ്റ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകും. കുറേ നാളിപ്പോൾ ആ ഫോൺ പിന്നെയും പൊട്ടി. പിന്നെ എനിക്കിപ്പോൾ കുറേ നാൾ എനിക്കിപ്പോൾ ഫോണില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഹായിലായിട്ട് പറഞ്ഞു. ഇപ്പോൾ ആണെങ്കിൽ മുസ്കാൻ പുതിയ ഫോൺ എടുത്തപ്പം ഇത് മുസ്കാൻ്റെ പഴയ ഫോണാണ്, മുസ്കാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. ആ ഫോണാണ് ഞാനിപ്പോൾ എടുത്ത് വീഡിയോ എടുക്കുന്നത്. ഇതിന് ഈ വീഡിയോയും പുറത്തൊന്നും എനിക്കറിയത്തില്ല, പുറത്തിറങ്ങുവാന്ന് നിങ്ങളിതൊക്കെ അറിയും. ഫോണില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഷോർട്സും 2-3 വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ
കൂട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, കൊള്ളാമല്ലോ അമ്പൂട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ. അപ്പോൾ ഞാൻ ശരി തുടങ്ങി. എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പം വീഡിയോ എടുക്കാതിരുന്ന സമയത്ത് ഞാൻ 2 പോയി ചോദിച്ചു, എന്തിപ്പോൾ വീഡിയോ എടുത്ത് അഹങ്കാരമാണോ? ആയുധളക്കം മാത്രമുള്ളായിരുന്നു. അതൊന്നുമല്ല, ആയുധളക്കാതൊന്നുമില്ല, ഫോണില്ല. ഫോണുണ്ടെങ്കിൽ ഞാൻ എന്നും ഇട്ട് തന്നെ. എന്തോരം എൻ്റെ അടുത്ത് സംഭവിച്ചു, എന്തോരം കാര്യങ്ങൾ എവിടെയൊക്കെ പോയി, അതെല്ലാം ഞാൻ എടുത്തില്ല ഫോണുണ്ടാണെങ്കിൽ. ഇട്ടില്ല. ഈ കോഴിക്ക് എന്ത് രാവിലെ കോഴിക്ക് കുറച്ച് പണിയില്ല, ചുമ്മാ കിടന്ന് കളിച്ചിട്ട് രാവിലെ നേരം വെളുത്തെങ്കിൽ ഞാൻ കറിയാൻ നേരം വെളുക്കും, കോഴിക്ക് തോന്നും. പിന്നെ അതിൻ്റെ ട്രൈപ്പോഡ്, എനിക്ക് അന്ന സമയത്ത് ട്രൈപ്പോഡ് ഉണ്ടായിരുന്നു. എനിക്ക് പ്രേം ഒരു ട്രൈപ്പോഡ് വാങ്ങിച്ചു തന്നത്. ഞാൻ ട്രൈപ്പോഡ് അവിടെ വെച്ചിട്ട് ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ റീൽ എടുക്കാനോ വീഡിയോ ഫോട്ടോ എടുക്കാനൊക്കെ അവൻ ട്രൈപ്പോഡ് എടുത്തുകൊണ്ട് പോയി. നോക്കണം കൊക്കോ ആണെങ്കിൽ ആ ട്രൈപ്പോഡ് തിരിച്ച് വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് എന്നിട്ടിപ്പം ഡെയിലി ഇനി വീഡിയോ ഇടാം. കൊള്ളാം. ബൈ. വീഡിയോ പുറത്തിറക്കാൻ നിങ്ങളിത് കാണും. അപ്പം ഞാൻ കൊടുക്കേണ്ട പോയി. പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും കാണാം.